എല്ലാവർക്കും നമസ്കാരം. സി ജനറൽ PSC ചാനലിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് നമ്മൾ പതിയെ കടക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കമ്പനി ബോർഡ് കോർപ്പറേഷൻ LGS പരീക്ഷയ്ക്ക് ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ജൂലൈ മാസം 18-ാം തീയതിയും തുടർന്ന് ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണ് നമ്മുടെ പരീക്ഷകൾ കൃത്യമായിട്ട് നടക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞ് അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ അവസാന ഘട്ടങ്ങൾ ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുന്നു എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ മാത്സിന്റെ ഒരു വലിയൊരു ക്ലാസ്, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അടങ്ങിയ ഒരു നീളമുള്ള ഒരു ക്ലാസ് നിങ്ങളിലേക്ക് എത്താറുണ്ട്. അത് വെച്ചുകൊണ്ട് നിങ്ങൾ പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഇത്തരത്തില് ഒരു 4-5 ക്ലാസ് കൂടി കിട്ടുന്ന സമയത്ത് മാത്സിനകത്തുനിന്ന് പരമാവധി ഒരു 15 മാർക്ക് നമുക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്ത് മാറുവാൻ സാധിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പരീക്ഷാ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മാത്സിലെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഭംഗിയായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു 15 മുതൽ 18 വരെ മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സിമ്പിളായിട്ട് സാധിക്കുകയും ചെയ്യും ഇനി പോലും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ മാത്സിനകത്തെ 20 മാർക്ക് എന്ന് പറയുന്നത് വളരെ വളരെ നിർണായകമാണെന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ മാത്സ് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് വസ്തുതകൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. എന്നിരുന്നാൽ പോലും അത്തരം കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നത് പഠനത്തിന്റെ തീവ്രത കൂട്ടുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. മക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാം, 12/1/2024 നിലവിലെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് അല്ലേ? പുതിയ റാങ്ക് ലിസ്റ്റ് 12/1/2027 നിലവിൽ വരണം. 2027 എന്ന് പറയുമ്പോൾ അടുത്ത വർഷം. അപ്പൊ അടുത്ത വർഷത്തിന്റെ തുടക്കത്തില് ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. മാത്രമല്ല, ആ റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ ഭാഗങ്ങളിലെ നമ്മുടെ പേരുകളും ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ 2027 ജനുവരി മാസം 12-ാം തീയതി നിലവിൽ വരുന്ന റാങ്ക് ലിസ്റ്റിലെ നമ്മളുടെ പേരുകള് ആദ്യത്തെ 100-നകത്തുണ്ടാകുമെന്ന് ഉറച്ച ബോധ്യത്തോടുകൂടി, ദൃഢനിശ്ചയത്തോടുകൂടി വളരെ ഭംഗിയായിട്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യം എല്ലാ തവണയും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ ഇന്നും സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമുക്കറിയാം, കഴിഞ്ഞ തവണ പരീക്ഷ നടന്ന തീയതിയും കട്ട് ഓഫും ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാ. മക്കളെ, കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് എന്ന് പറഞ്ഞ 75 ആയിരുന്നു. അപ്പോൾ നമ്മൾ പുതിയൊരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ പോലും അത്രയും വലിയൊരു കട്ട് ഓഫ് നമ്മുടെ മുമ്പിലേക്ക് വരും എന്നുള്ള കാര്യം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകണം. കാരണം സാധാരണ ഒരു LGS പരീക്ഷയാണ്. LGS പരീക്ഷകളുടെ കട്ട് ഓഫ് സ്വാഭാവികമായിട്ടും വലിയൊരു കട്ട് ഓഫ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് 75.67 എന്ന് പറയുന്ന വലിയ കട്ട് ഓഫ് ഇട്ടിട്ട് പോലും മെയിൻ ലിസ്റ്റിലെ 4000-ത്തിലധികം പേരെ, 4000-ത്തോളം ഉദ്യോഗാർത്ഥികളെയും സപ്ലിമെന്ററി ലിസ്റ്റിലും അതുപോലെ തന്നെ 4000-ത്തോളം ഉദ്യോഗാർത്ഥികളെയും ഉൾപ്പെടുത്തി ഒരു 8213 പേരടങ്ങുന്ന ഒരു വലിയ റാങ്ക് ലിസ്റ്റ് ആണ് കഴിഞ്ഞ തവണ കമ്പനി ബോർഡ് കോർപ്പറേഷൻ LGS പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. ആ റാങ്ക് ലിസ്റ്റിനകത്തേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് 3064 പേർക്ക് നിയമന ശുപാർശ എത്തിയിരിക്കുകയാണ്. ഈ 3000 പേരെന്ന് പറയുമ്പോൾ 4000 പേരടങ്ങുന്ന ഒരു മെയിൻ ലിസ്റ്റിലെ 3064 പേർക്ക് നിയമന ശുപാർശ അയച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും വലിയൊരു നിയമനം തന്നെയാണ് അത്. അതുകൊണ്ടാണ് പറയുന്നത്, കമ്പനി ബോർഡ് LGS പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ റാങ്ക് ഒരു അല്പം മോശമാണെങ്കിൽ പോലും നമുക്ക് നിയമനം ഉറപ്പിക്കാൻ സാധിക്കുന്ന, പെട്ടെന്ന് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമാകാവുന്ന, അല്ലെങ്കിൽ സർക്കാർ ജോലി എന്ന് പറയുന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാനുള്ള വലിയൊരു അവസരമാണ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ LGS എന്ന് പറയുന്ന പരീക്ഷ. അതുകൊണ്ട് ഈ ഒരു സാധ്യത നിങ്ങളുടെ മുമ്പിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി തീവ്രമായിട്ട് എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് തയ്യാറെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകണം എന്ന് ഓർമ്മപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഇതിലെ നിയമനങ്ങൾ വളരെ കൂടുതലാണ്. ഒരുപാട് നിയമനങ്ങൾ നടക്കും. ഇത്തവണയും നമുക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമ്പോൾ പോലും ഒരു 2500-ന് മുകളിലേക്ക് നിയമനങ്ങൾ ഉറപ്പായിട്ടും നടക്കുമെന്ന് വലിയ പ്രതീക്ഷയുള്ള ഒരു തസ്തികയാണ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ LGS എന്ന് പറയുന്നത്.
ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 3064 പേർക്കാണ് നിയമനം കൊടുത്തത്. അതിലെ നമ്മൾ നോക്കുന്ന സമയത്ത് ഓപ്പൺ കാറ്റഗറിയിലെ 2600 എന്ന് പറയുന്ന റാങ്ക് വന്നവന് പോലും ജോലി കിട്ടിയിരിക്കുകയാണ്, അല്ലെങ്കിൽ അഡ്വൈസ് പോയിരിക്കുന്നു. അതേപോലെ 2600 എന്ന് പറയുന്ന ആ ഒരു റാങ്കിൽ നിൽക്കുന്ന വ്യക്തിക്ക് പോലും അഡ്വൈസ് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പരീക്ഷ എത്രത്തോളം ആൾക്കാർക്ക് ജോലി കിട്ടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട പരീക്ഷയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ ഭംഗിയായിട്ട് നിങ്ങൾക്കത് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ പഠന തീവ്രത 10 മടങ്ങായിട്ട് ഉയർത്തിയെടുക്കുവാൻ ഇത് സാധിക്കണം. എൻ്റെ ഈ വാക്കുകൾ നിങ്ങളെ മുമ്പോട്ടുള്ള യാത്രയിലെ വളരെ ഭംഗിയായിട്ട് നിങ്ങളെ തയ്യാറെടുക്കുവാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പഠന തീവ്രത ഉയർത്തുവാൻ ഈ വാക്കുകൾ നിങ്ങളെ മുമ്പോട്ട് നയിക്കണം. കാരണം ആദ്യമേ പറഞ്ഞതുപോലെ നിയമനങ്ങളുടെ വർധനവ് തന്നെയാണ്, അല്ലെങ്കിൽ നിയമന ശുപാർശകളുടെ വലിയ കാര്യമായ ഒരു വർധനവാണ് ഈ തസ്തിക അത്രത്തോളം ഗ്ലാമറസ് ആക്കുന്നത്. നിങ്ങൾ 2027 തന്നെ നിങ്ങൾക്ക് ഒരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, 2027 തന്നെ നിങ്ങൾ ഒരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ആഞ്ഞു പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാവുന്നതാണ്. വളരെ ഇനിയും ദിവസങ്ങളുണ്ട്. നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സ് വെച്ചിരുന്ന് ഒന്ന് തീവ്രമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇത്തവണത്തെ കമ്പനി ബോർഡ് എലിജിയസ് പരീക്ഷ നിങ്ങളുടെ കൈകളിലിരിക്കും എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇന്നത്തെ മാത്സ് ക്ലാസ്സുകളിലേക്ക് നമ്മൾ പതിയെ കടക്കുന്നു. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, മക്കളെ, നമ്മൾ എടുത്തിരിക്കുന്ന ഓരോ ചോദ്യങ്ങളും കഴിഞ്ഞ തവണ കമ്പനി ബോർഡ് എലിജിയസ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ആ ഒരു നിലവാരം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുവാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കിക്കേ. 18, 36, 72 ഇതെല്ലാം കഴിഞ്ഞ തവണ നമ്മുടെ കമ്പനി ബോർഡ് എലിജിയസ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ആ ചോദ്യങ്ങളുടെ പ്രാധാന്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ചോദ്യം ഇതാണ്: 18, 36, 72 എന്നീ സംഖ്യകളുടെ ലസാഗു അല്ലെങ്കിൽ LCM കണ്ടുപിടിക്കാനാണ് ചോദ്യകർത്താവ് നമ്മളോട് ചോദിച്ചത്. ഓപ്ഷനകത്ത് 72 ഉണ്ട്, അതേപോലെ ഓപ്ഷനകത്ത് പിന്നെ 18 കിടപ്പുണ്ട്, 36 കിടപ്പുണ്ട്, അവസാനമായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, ഇവയൊന്നുമല്ല എന്നൊരു ഓപ്ഷൻ കൂടി കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ സംഖ്യകളുടെ ലസാഗു അല്ലെങ്കിൽ LCM എന്ന് പറഞ്ഞാൽ അർത്ഥം രണ്ടോ രണ്ടിലധികമോ സംഖ്യകളുടെ ഏറ്റവും ചെറിയ പൊതു ഗുണിതത്തിന് പറയുന്ന പേരാണ് എന്ത്? LCM അല്ലെങ്കിൽ ലസാഗു എന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് സാധാരണ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? സാധാരണ നമ്മൾ 18, 18, 36, 72 ഇങ്ങനെ വരച്ച് നമ്മൾ താഴോട്ട് ഘടകക്രിയ ചെയ്തിട്ടാണ് LCM കണ്ടുപിടിക്കുന്നത്, അല്ലേ? അങ്ങനെയാണ്. ഇനി മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത്, എടാ കുഞ്ഞുങ്ങളെ, നിങ്ങൾ നോക്കുക, ആ സംഖ്യകളിലേക്ക് നിങ്ങൾ നോക്കുക. ആ സംഖ്യകളിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ ഏറ്റവും വലിയ സംഖ്യ ഏതാ? ഏറ്റവും വലിയവൻ ആരാ? 72 അല്ലേ? ആ ഏറ്റവും വലിയ സംഖ്യയിലേക്ക് നിങ്ങൾ നോക്കുക. ആ ഏറ്റവും വലിയ സംഖ്യയെ ബാക്കിയുള്ള സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചുമ്മാ നോക്കുക. 72നെ 18 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. കാരണം എന്താ? 18 4 72 അല്ലേ? പറ്റും. 72നെ 36 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. 72നെ 36 കൊണ്ട് ഹരിച്ചാൽ കറക്റ്റ് 2 ആണ്. അപ്പോൾ തന്നിരിക്കുന്ന സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യയെ ബാക്കിയുള്ള സംഖ്യകൾ കൊണ്ടെല്ലാം പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ, എടാ കുഞ്ഞുങ്ങളെ, ആ ഏറ്റവും വലിയ സംഖ്യ ആയിരിക്കും LCM. അതായത് 72 തന്നെയാണ് LCM. 72 തന്നെയാണ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ ആയോ? എന്താ ഞാൻ പറഞ്ഞു നിർത്തിയത്? തന്നിരിക്കുന്ന സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യയെ, ഏറ്റവും വലിയ നമ്പറിനെ ബാക്കിയുള്ള സംഖ്യകൾ കൊണ്ടെല്ലാം പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുവാണെങ്കിൽ ആ ഏറ്റവും വലിയ സംഖ്യയായിരിക്കും LCM എന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എടാ കുഞ്ഞുങ്ങളെ, 10, 20, 40 ഈ സംഖ്യകളുടെ ലസാഗു എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും, സാറേ ഏറ്റവും വലിയ സംഖ്യ 40 അല്ലേ? ആണ്. മക്കളെ, 40നെ 10 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. എടാ, 40നെ 20 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. അങ്ങനെയാണെങ്കിൽ 40 ആണ് LCM. അത്രേ ഉള്ളൂ. അപ്പോൾ തന്നിരിക്കുന്ന സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യയെ ബാക്കിയുള്ള സംഖ്യകൾ കൊണ്ടെല്ലാം പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുവാണെങ്കിൽ ആ ഏറ്റവും വലിയ സംഖ്യ ആയിരിക്കും LCM എന്നുള്ള കാര്യം ഇനി ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. രണ്ടാമത്തെ ചോദ്യം ഭിന്നസംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ചോദിച്ചത്. അതായത് ചോദ്യം ഇതാണ്:
5/9 നിന്ന് 1/3 കുറച്ചാൽ ആൻസർ എത്ര എന്നാണ് ചോദ്യം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെ പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ മുൻ വർഷ ചോദ്യങ്ങൾ എടുത്തു പഠിപ്പിക്കുന്നതിന്റെ കാരണം, നിങ്ങൾ പല ആൾക്കാർ കാണും, നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞവർ കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരുപാട് പേര് കാണും. അപ്പൊ നിങ്ങളുടെ മനസ്സിലെ ഈ മാത്സിലെ ചോദ്യങ്ങളൊക്കെ ഭയങ്കര സംഭവങ്ങളാണ് എന്നൊരു തോന്നലുമായിട്ടായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്. അത്തരം തോന്നലുകൾ മാറാനും കമ്പനി ബോർഡ് എൽജിഎസിന്റെ പരീക്ഷയ്ക്ക് മാത്സിന്റെ ചോദ്യങ്ങൾ ഏത് നിലവാരത്തിലാണ് ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനും വേണ്ടി മാത്രമാണ് ഈ വീഡിയോ തുടർച്ചയായിട്ട് നിങ്ങളുടെ മുമ്പുകളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ മക്കളെ, 5/9 നിന്ന് കുഞ്ഞുങ്ങളെ 1/3 കുറച്ചാൽ ആൻസർ എത്ര എന്നാണ് ചോദ്യം. രണ്ട് ഭിന്നസംഖ്യകളെ കുറയ്ക്കാൻ പറഞ്ഞാൽ ആകെ രണ്ട് ഭിന്നസംഖ്യകൾ മാത്രമേ ഉള്ളെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ട പരിപാടി ഇത്രേ ഉള്ളൂ. ദേണ്ടേ ഇങ്ങോട്ട് നോക്കിയേ. 5 3 കൂടെ ഗുണിച്ച എത്ര? 5 × 3 15. മൈനസ് ആണെങ്കിൽ മൈനസ് ചിഹ്നം കൊടുത്തു. ഇവിടെ മക്കളെ 9 1 കൂടെ ഗുണിച്ച എത്ര? 9 1 കൂടെ ഗുണിച്ചാൽ 9 ഡിവൈഡഡ് ബൈ, ഇനി ഛേദങ്ങൾ തമ്മിൽ ക്രോസ് ചെയ്യുക. 9 3 കൂടെ ഗുണിച്ച എത്ര? 9 × 3 27. 27 കണ്ടോ? 27. 15 നിന്ന് 9 കുറച്ചാൽ എത്ര? 15 നിന്ന് 9 കുറച്ചാൽ 6 അല്ലേ? 6 ഡിവൈഡഡ് ബൈ 27 എന്ന് വരും. അപ്പൊ നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ 6/27 കാണുന്നില്ല. 6ഉം 27ഉം വെട്ടിച്ചെറുതാക്കാം. എത്ര കൊണ്ട് വെട്ടാം? 6ഉം 27ഉം 3ന്റെ ഗുണിതങ്ങളല്ലേ? 3 കൊണ്ട് വെട്ടാം, 3 കൊണ്ട് വെട്ടാം, 3 കൊണ്ട് വെട്ടാം. 3ന്റെ ഗുണിതങ്ങളാണ്. 3 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 3 കൊണ്ട് ഹരിക്കുക. 3 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 3 കൊണ്ട് ഹരിക്കുക. അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങളെ, 6നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര? 6നെ 3 കൊണ്ട് ഹരിച്ചാൽ 2 അല്ലേ? 27നെ 3 കൊണ്ട് ഹരിച്ചാല് 9 അല്ലേ? ആണ്. അപ്പൊ ഉത്തരം 2/9. 2/9 ഓപ്ഷൻ ഡി ആയിരുന്നു റൈറ്റ് ആൻസർ. അങ്ങനെ പരീക്ഷയ്ക്ക് ഒന്നുകിൽ രണ്ട് ഭിന്നസംഖ്യകളെ കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ ചോദിക്കാം. നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷ എന്ന് പറഞ്ഞാൽ 7ാം ക്ലാസ് പാസ്സായിട്ടുള്ള വ്യക്തികൾ എഴുതുന്ന ഒരു പരീക്ഷയാണ്. അല്ലാതെ കമ്പനി ബോർഡ് എൽജിഎസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 10ാം ക്ലാസ് യോഗ്യത ഉള്ളവരോ +2 യോഗ്യത ഉള്ളവർക്കോ നടത്തുന്ന ഒരു പരീക്ഷയല്ല. 7ാം ക്ലാസ് പാസ്സായിട്ടുള്ള ഏതൊരു വ്യക്തിക്കും എഴുതാൻ പറ്റുന്ന ഒരു മത്സര പരീക്ഷ മാത്രമാണ്. അത്രേ ഉള്ളൂ. അപ്പൊ അതിനെ ആ രീതിയിൽ മാത്രമേ നിങ്ങൾ കാണാവുള്ളൂ. എന്നിരുന്നാലും ഭിന്നസംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബാക്കിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ ചെയ്തു പഠിച്ച് മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യം കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പതുക്കെ 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദശാംശ സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ചെയ്യുന്നില്ല. നമ്മൾ ദശാംശ സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ ഉള്ള ഒരു ലോങ് വീഡിയോ ഉടനെ നമ്മൾ പബ്ലിഷ് ചെയ്യും. അത് ഈ ആഴ്ച തന്നെ നമ്മൾ പബ്ലിഷ് ചെയ്യും. ഇപ്പോൾ നിലവില് ഈ ചോദ്യമാണ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഒന്നുമില്ല, ചെറിയ ചെറിയ മാറ്റങ്ങളുള്ള സംഖ്യകളുടെ പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ വ്യത്യാസം. അപ്പൊ അവിടെ നോക്കുന്ന സമയത്ത് ആ സംഖ്യകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദശാംശ സംഖ്യകളെ കൂട്ടാനാ ചോദിച്ചത് അല്ലെ? ഡെസിമൽ നമ്പേഴ്സിനെ കൂട്ടുക 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 എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും എല്ലാം അറിയാം. എന്നിരുന്നാലും ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഉള്ള മറ്റൊരു ക്ലാസ് നമ്മൾ ഉടനെ അറേഞ്ച് ചെയ്യും. ഇപ്പൊ നിലവില് ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കാം നമുക്ക് കേട്ടോ. ഒന്ന് എന്റെ കൂടെ ഒന്ന് പിടിച്ചോണേ. എന്താണ്ടേ 6.017 പോയിന്റ് എല്ലാം ഒരുപോലെ വരണം കേട്ടോ. അത്രേ ഉള്ളൂ. ദശാംശ സംഖ്യകളെ കൂട്ടുമ്പോൾ അല്ലെങ്കിൽ കുറയ്ക്കുമ്പോൾ പോയിന്റ് ഒരേപോലെ വരണം. അത്രേ ഉള്ളൂ. ഇതാണ്ടേ ഇവിടെ നോക്കിക്കോണേ. 0 പോയിന്റ് കണ്ടോ? പോയിന്റ് ഒരുപോലെ വരണം. പോയിന്റ് 617. അപ്പൊ അത് ഓക്കെ. അടുത്തത് താണ്ടേ 6.001.7 ഇതെല്ലാം കൂടെ കൂട്ടാനാണ്. നിങ്ങൾ കൂട്ടാൻ നോക്കുന്ന സമയത്ത് എവിടെയെങ്കിലും സ്ഥാനങ്ങളുടെ കുറവുണ്ടോ? ഉണ്ടല്ലോ. എവിടാ? ഇവിടെയും സ്ഥാനങ്ങളില്ല. മക്കളെ, സ്ഥാനങ്ങൾ അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാതെ
വെറുതെ ഒരു 0 അങ്ങ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എവിടെയെങ്കിലും സ്ഥാനങ്ങളുടെ കുറവുണ്ടെങ്കിൽ അവിടെ 0 ഇട്ട് കൊടുക്കണം, മറന്നു പോരുത്. 0 ഇട്ട് കൊടുക്കണം. ഇനി കൂട്ടടാ. 0 0 7 കൂട്ടിയാൽ മക്കളെ 7 അല്ലേ? 7. എടാ 7 7 കൂടെ കൂട്ടിയാൽ 14 അല്ലേ? ആ 14ന്റെ കൂടെ 1 കൂട്ടിയാൽ 14 1 15 ശിഷ്ട 1. നോക്കിയോണം. അടുത്തത് 1 1 കൂടെ കൂട്ടിയാൽ 2, 2 1 3, 3 0 കൂടെ കൂട്ടിയാൽ 3. കഴിഞ്ഞു. അടുത്തത് 0 6 0 കൂട്ടിയാൽ 6. അവസാനം ഒരു കുത്തു കൊടുത്തു. ഇഷ്ടമൊന്നുമില്ല. 6 6 കൂടെ കൂട്ടി 6 0 6 കൂട്ടിയാൽ 12. ഉത്തരം 12.63557 എന്ന് വരും. 12.6357. ഓപ്ഷൻ ബി ആയിരുന്നു റൈറ്റ് ആൻസർ. അപ്പൊ ഇങ്ങനെയാണ് ദശാംശ സംഖ്യകളെ കൂട്ടുന്നത്. അപ്പൊ കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഗുണിക്കുന്നതും ഹരിക്കുന്നതുമായ ബാക്കിയുള്ള ചോദ്യങ്ങൾ ഞാൻ ഉടനെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരാം. പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളുടെ പാറ്റേൺ മനസ്സിലാക്കി വെക്കുക. ആ പാറ്റേൺ മനസ്സിലാക്കി വെച്ചിട്ട് ഏത് ഭാഗത്താണോ നിങ്ങൾക്ക് ഒരു ചെറിയൊരു പ്രശ്നം, ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മറ്റൊരു സെഷൻ നമ്മൾക്ക് വീണ്ടും അറേഞ്ച് ചെയ്യാം. അപ്പോൾ ആ ഒരു ചോദ്യം മനസ്സിലായി. കുഞ്ഞുങ്ങളെ, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. എടാ മക്കളെ, ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതാണെന്നാണ് ചോദ്യം. സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏത് 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 ഏത്? അഭാജ്യ സംഖ്യ എന്താണെന്ന് നമുക്കറിയാം. അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാല് ഒരു സംഖ്യയെ, ഒരു എണ്ണൽ സംഖ്യയെ ആ സംഖ്യ കൊണ്ടും ഒന്നുകൊണ്ടും മാത്രമേ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റത്തുള്ളെങ്കിൽ അത്തരം സംഖ്യകളെ പറയുന്ന പേരാണ് അഭാജ്യ സംഖ്യകൾ, അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് എന്ന് പറയും, അഭാജ്യ സംഖ്യകൾ എന്ന് പറയും. ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് ദേ പിടിച്ചു 2 3 5 7 11 13 17 19 ഇങ്ങനെ പോകുന്നവന്മാരെ പറയുന്ന പേരാണ് അഭാജ്യ സംഖ്യകൾ, അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് എന്ന് പറയും. ഇങ്ങനെയുള്ളവന്മാരെ പറയുന്ന പേരാണ് അഭാജ്യ സംഖ്യകൾ, അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ കാരണം എന്താ? ഇവന്മാരുടെ പ്രത്യേകത എന്താ? ഇവന്മാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ സംഖ്യകളെ ആ സംഖ്യകൾ കൊണ്ടും ഒന്നുകൊണ്ടും മാത്രമേ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റത്തുള്ളൂ. ഒരു സംഖ്യയെ ആ സംഖ്യ കൊണ്ടും ഒന്നുകൊണ്ടും മാത്രമേ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റത്തുള്ളെങ്കിൽ അങ്ങനെയുള്ള സംഖ്യകളെ പറയുന്ന പേരാണ് അഭാജ്യ സംഖ്യകൾ, അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് എന്ന് പറയും. അപ്പോൾ പറയടാ പിള്ളേരെ, ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതാ? 2. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 2 ആണ്. 2 മറ്റൊരു പ്രത്യേകതയുണ്ട്. ഏക ഇരട്ട അഭാജ്യ സംഖ്യയാണ് 2. നിങ്ങൾ ഇനി എത്ര അഭാജ്യ സംഖ്യകൾ എഴുതി പോയാലും ഇരട്ടയായിട്ടുള്ള ഒരു അഭാജ്യ സംഖ്യ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഏക ഇരട്ട അഭാജ്യ സംഖ്യയാണ് 2 എന്ന് വൃത്തിയായിട്ട് പഠിച്ചു വെക്കണം. അപ്പൊ ഒന്നാമത്തെ പോയിന്റ്, ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏത്? 2. ഏക ഇരട്ട അഭാജ്യ സംഖ്യ ഏത്? 2. ഏറ്റവും ചെറിയ ഒറ്റ അഭാജ്യ സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ എടാ ഏറ്റവും ചെറുതായിരിക്കണം, അത് ഒറ്റയും ആയിരിക്കണമെങ്കിൽ മക്കളെ ഉത്തരം 3. കണ്ടോ? അപ്പോൾ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 2, ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 2, ഏക ഇരട്ട അഭാജ്യ സംഖ്യ 2, ഏറ്റവും ചെറിയ ഒറ്റ അഭാജ്യ സംഖ്യ 3. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, സാറേ ഈ 0 എന്ന് പറഞ്ഞവൻ അഭാജ്യമാണോ? എടാ 0 എന്ന് പറഞ്ഞവൻ അഭാജ്യമല്ല, ഭാജ്യമല്ല. ഈ അഭാജ്യ സംഖ്യകൾ അല്ലാത്തവന്മാരെ പറയുന്ന പേരാണ് എന്ത്? ഭാജ്യ സംഖ്യകൾ എന്ന് പറയും. അപ്പൊ ഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാ? അപ്പോൾ ഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഇതല്ലാത്തത് ഏതൊക്കെയാ? 4 6 8 9 10 12 ഇങ്ങനെ പോകുന്നവന്മാരെ പറയുന്ന പേരാണ് ഭാജ്യ സംഖ്യകൾ, അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ ഭാജ്യ സംഖ്യ ഏതാടാ പിള്ളേരെ എന്ന് ചോദിച്ചാല് നമ്മൾ പറയും ഏറ്റവും ചെറിയ ഭാജ്യ സംഖ്യ 4 ആണ്, ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 2 ആണ്, ഏക ഇരട്ട അഭാജ്യ സംഖ്യ 2 ആണ്, ഏറ്റവും ചെറിയ ഒറ്റ അഭാജ്യ സംഖ്യ ഏതാ? 3 ആണ്. 0 എന്ന് പറയുന്നവൻ അഭാജ്യവും അല്ല, ഭാജ്യവും അല്ല. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ സാറേ 1 എന്ന് പറയുന്നവൻ അഭാജ്യമാണോ ഭാജ്യമാണോ?
മക്കളെ, 1 എന്ന് പറയുന്നവൻ അഭാജ്യം അല്ല, ഭാജ്യം അല്ല. അപ്പോൾ അഭാജ്യമോ ഭാജ്യമോ അല്ലാത്ത സംഖ്യകളേവാ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും 0 പറയും, 1 പറയും. അപ്പോൾ 0, 1ന്റെ പ്രത്യേകത എന്താ? അഭാജ്യമല്ല, അഭാജ്യമല്ല, ഭാജ്യമല്ല. അഭാജ്യമോ ഭാജ്യമോ അല്ലാത്ത സംഖ്യകളേവാ 0 ആൻഡ് 1 എന്ന് വൃത്തിയായിട്ട് പഠിച്ചു വെച്ചോണം. അതേപോലെ തന്നെ ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകൾ പരിശോധിച്ചാല് 25 അഭാജ്യ സംഖ്യകളുണ്ട്. ആദ്യത്തെ 50 സംഖ്യകൾ പരിശോധിച്ചാല് 15 അഭാജ്യ സംഖ്യകളുണ്ട്. കാണാതെ പഠിച്ചു വെച്ചോണം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരാൾ 6000 രൂപയ്ക്ക് വാങ്ങിയ ഒരു മൊബൈൽ ഫോൺ 4200 രൂപയ്ക്ക് വിറ്റാല് എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ, ചോദ്യം ഇതാണ്, നഷ്ടശതമാനം എത്ര? ലോസ് പെർസെന്റേജ് എത്രയാണ്? നഷ്ടശതമാനം എത്ര എന്നാണ് ചോദ്യം. നമുക്കറിയാം നഷ്ടശതമാനം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നഷ്ടശതമാനം ഈസ് ഈക്വൽ ടു നഷ്ടം ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ വാങ്ങിയ വില, അല്ലേ? അങ്ങനല്ലേ? എല്ലാവരും ഒന്ന് എഴുതിക്കേ. ലാഭശതമാനം കണ്ടുപിടിക്കാൻ ലാഭം ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ വാങ്ങിയ വില. നഷ്ടശതമാനം കാണാൻ നഷ്ടം ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ വാങ്ങിയ വില. അപ്പോൾ നഷ്ടശതമാനം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ കുഞ്ഞുങ്ങളെ 6000-ന് വാങ്ങിച്ചു, 4200-ന് വിറ്റു. നഷ്ടം എത്ര? 6000-ന് വാങ്ങിച്ചിട്ട് 4200-ന് വിറ്റാൽ എത്ര രൂപയാണ് ആ പിള്ളേരെ നഷ്ടമുള്ളത്? 10-ന്ന് 2 കുറച്ചാൽ 8, 5-ന്ന് 4 കുറച്ച 1, 1800 രൂപ നഷ്ടമാണ് 1800. അപ്പൊ നഷ്ടം എത്ര എന്ന് ചോദിച്ചായിരുന്നെങ്കിൽ 1800 രൂപ എന്ന് എഴുതി വെച്ചാൽ മതിയായിരുന്നു. പക്ഷേ നഷ്ടശതമാനം കണ്ടുപിടിക്കാൻ ആ നഷ്ടത്തിനെ 100 കൊണ്ട് ഗുണിക്കുക. ആ നഷ്ടം എത്ര? നഷ്ടം 1800, നഷ്ടത്തിനെ 100 കൊണ്ട് ഗുണിക്കുക, ഡിവൈഡഡ് ബൈ CP വാങ്ങിയ വില 6000 ആണ്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു തരാം. നഷ്ടശതമാനം കണ്ടുപിടിക്കാൻ നഷ്ടം ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ വാങ്ങിയ വില. നഷ്ടം 1800, ആ നഷ്ടത്തിനെ 100 കൊണ്ട് ഗുണിക്കുക, ഡിവൈഡഡ് ബൈ വാങ്ങിയ വില എന്ന് പറയുന്നത് 6000 ആണ്. മക്കളെ, താഴെ കിടക്കുന്ന 3 പൂജ്യങ്ങളും മേളിൽ കിടക്കുന്ന 3 പൂജ്യങ്ങളും കട്ടായി. എടാ, 6ഉം 18ഉം കൂടെ ഒറ്റയടിക്ക് 6 കൊണ്ട് വെട്ടാം. 6ന്റെ മൂന്നാമത്തെ ഗുണിതമാണ് 18. 6ന്റെ മൂന്നാമത്തെ ഗുണിതമാണ് 18. 6നെ 3 കൊണ്ട് ഗുണിച്ചാൽ 18 കിട്ടും. 6ന്റെ മൂന്നാമത്തെ ഗുണിതമാണ് 18. ഇനി അവിടെ ഒരു പൂജ്യം കിടപ്പുണ്ട്. 3 പൂജ്യം ചേർന്നാൽ എന്തോ 30 ആണ്. 30. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. 30 ആയിരുന്നു അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തില് ലാഭശതമാനം കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ നഷ്ടശതമാനം കണ്ടുപിടിക്കാനോ ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് വരും എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പതിയെ പോകാം. 108 km/h വേഗതയിൽ ഓടുന്ന ഒരു തീവണ്ടി ഒരു വൈദ്യുത പോസ്റ്റിനെ മറികടക്കാൻ എടുക്കുന്ന സമയം 30 സെക്കൻഡ് ആണെങ്കിൽ തീവണ്ടിയുടെ നീളം എത്ര? തീവണ്ടി ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 4 ടൈപ്പിലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതിലെ ഒന്നാമത്തെ ടൈപ്പ് ചോദ്യമാണ് നിങ്ങളുടെ മുമ്പിൽ വന്നത്. എന്താണ് ആ ചോദ്യം? എടാ, തീവണ്ടി പോകുന്നു, എന്തിനെയാണ് മറികടക്കുന്നത്? തീവണ്ടി മറികടക്കുന്നത് എന്തിനെയാ? തീവണ്ടി മറികടക്കുന്നത് വൈദ്യുത പോസ്റ്റ്, ഇലക്ട്രിക് പോസ്റ്റ്, ടെലിഫോൺ പോസ്റ്റ്, മരം, മനുഷ്യൻ, ബിന്ദു. അപ്പൊ ഒന്നും കൂടെ, ഇലക്ട്രിക് പോസ്റ്റ്, ടെലിഫോൺ പോസ്റ്റ്, മരം, മനുഷ്യൻ, ബിന്ദു. ഇങ്ങനെയുള്ള സാധനങ്ങളെ മറികടന്നു അല്ലെങ്കിൽ മറികടന്നു അല്ലെങ്കിൽ മറികടക്കണം എന്നാണ് പറയുന്നതെങ്കിൽ ഇക്വേഷൻ നമുക്കറിയാം. സ്പീഡ് ഈസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം ഡിവൈഡഡ് ബൈ സമയമാണ്. സ്പീഡ് ഈസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം ഡിവൈഡഡ് ബൈ സമയം. സ്പീഡ് നമുക്കറിയാം 108 km/h. ട്രെയിനിന്റെ നീളം മീറ്ററിൽ കണ്ടുപിടിക്കാൻ പറയുന്നു, സമയം സെക്കൻഡിൽ തരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ആ km/h എന്താക്കണം? m/s ആക്കണം. മനസ്സിലായോ? എടാ, സ്പീഡ് തന്നിരിക്കുന്നത് km/h സ്പീഡ് തന്നിരിക്കുന്നത് km/h km/h ആണ്. ആ km/h m/s ആക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 5/18 കൊണ്ട് ഗുണിക്കുക. km/h m/s ആക്കാൻ
5/18 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് 108 ആയിരുന്നു. ആ 108നെ നമ്മൾ 5/18 കൊണ്ട് ഗുണിച്ചു. അപ്പൊ സ്പീഡ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറി. ട്രെയിനിന്റെ നീളം അറിയില്ല. അതാണ് കണ്ടുപിടിക്കേണ്ടത്. ട്രെയിനിന്റെ നീളം അറിയത്തില്ല. സമയം 30 സെക്കൻഡ് അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം. എടാ, അവിടെ ഗുണിച്ചുകൊണ്ടിരിക്കുന്ന 30, അവിടെ ഹരിച്ചുകൊണ്ടിരിക്കുന്ന 30, അവനെ നമുക്ക് എടുത്ത് ഇപ്പുറത്തോട്ട് തട്ടാം. അവിടെ ഹരിച്ചുകൊണ്ടിരിക്കുന്ന സമത്തിന്റെ ഒരു വശത്ത് ഹരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തനെ പിടിച്ച് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന് അവൻ എന്തായിട്ട് മാറും? ഗുണനമായിട്ട് മാറും. റൈറ്റ്? ഗുണനം ഹരണമായിട്ട് മാറും, ഹരണം ഗുണനമായിട്ട് മാറും, പ്ലസ് മൈനസ് ആവും, മൈനസ് പ്ലസ് ആവും. അപ്പോൾ ശ്രദ്ധിച്ചോ, ദേണ്ടേ ഇവിടെ ഹരിച്ചുകൊണ്ടിരിക്കുന്ന 30നെ തൂക്കിയെടുത്തിട്ട് നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ അവൻ എന്താവും? അവൻ ഗുണനമായിട്ട് മാറും. മുകളിൽ എഴുതണം. മനസ്സിലായോ? 18ഉം 108ഉം കൂടെ ഒറ്റയടിക്ക് വെട്ടാം. 18ന്റെ ആറാമത്തെ ഗുണിതമാണ് 108. 18 108. 18ന്റെ ടേബിൾ ചുമ്മാ ഓർത്തിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്തു പഠിക്കാൻ 18ന്റെ ടേബിൾ വെറുതെ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഒരുപാട് ഓർത്തില്ലെങ്കിലും 18 × 1 18, 18 2 36, 18 3 54, 18 4 72, 18 5 90, 18 6 108. അവിടം വരെ ചുമ്മാ ഒന്ന് ഓർത്തിരിക്കുക. കാരണം ഒരുപാട് എടുത്ത് ഉപകാരപ്പെടും നിങ്ങൾക്ക്. അപ്പോൾ 18 6 108 കഴിഞ്ഞു. ഇനി എല്ലാം കൂടെ ഗുണിക്ക്. 5ഉം 6ഉം കൂടെ ഗുണിച്ചാൽ എത്ര? 5 6 30. മക്കളെ, 30നെ വീണ്ടും 30 കൊണ്ട് ഗുണിക്ക്. എടാ, 30നെ 30 കൊണ്ട് ഗുണിച്ചാൽ 900. ഓപ്ഷൻ സി ആയിരുന്നു റൈറ്റ് ആൻസർ. അപ്പോൾ നമ്മൾ ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യം പഠിച്ചു. അതായത് ലംബമായിട്ട് നിൽക്കുന്ന വസ്തുക്കളെ മറികടക്കുന്ന ചോദ്യങ്ങളാണ് പഠിച്ചത്. ഇലക്ട്രിക് പോസ്റ്റിനെ മറികടന്നു, ടെലിഫോൺ പോസ്റ്റിനെ മറികടന്നു, ഒരു മനുഷ്യനെ മറികടന്നു, അല്ലെങ്കിൽ ഒരു ബിന്ദുവിനെ മറികടന്നു എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ സ്പീഡ് ഈസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം ഡിവൈഡഡ് ബൈ സമയം എന്ന് വൃത്തിയായിട്ട് ഓർത്തിരിക്കണം. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പതിയെ കിടക്കാം. അടുത്ത ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വന്നത് ഇങ്ങനെയാണ്. എടാ കുഞ്ഞുങ്ങളെ, 15നും 95നും ഇടയിലെ 8ന്റെ എത്ര ഗുണിതങ്ങളുണ്ട്? ഇത്രയും സിമ്പിൾ ചോദ്യമാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ സിമ്പിൾ ആയിട്ട് ആലോചിച്ചുകൊണ്ട് ആൻസറിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. ഇതൊന്നും വലിയ കാര്യമില്ല. 15നും 95നും ഇടയിലെ 8ന് എത്ര ഗുണിതങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയാം 8ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാ? 1 8 8, 2 8 16, 3 8 24, 4 8 32, 5 8 40, 6 8 48, 7 8 56. ഇതൊക്കെയാണ് 8ന്റെ ഗുണിതങ്ങൾ. അതിനകത്ത് 15നും 95നും ഇടയിൽ എന്ന് പറഞ്ഞാൽ ആ രണ്ട് സംഖ്യകൾ പരിഗണിക്കണ്ട. 1 8 8 കളയടാ പിള്ളേരെ, കളഞ്ഞു. കാരണം 8 എന്ന് പറയുന്നവൻ 15ന് മുമ്പാ. നമുക്ക് 15നും 95നും ഇടയിൽ. അപ്പൊ അടുത്ത പിടി 1 8 8 കളഞ്ഞു. 2 8 16, 3 8 24, 4 8 32, 5 8 40, 6 8 48, 7 8 56, 8 8 64, 9 8 72, 10 8 80, 11 8 88, 12 8 96 ഇല്ല. 12 8 96 നമ്മുടെ ബൗണ്ടറിക്കകത്തില്ല. അപ്പോൾ 15നും 95നും ഇടയിലെ 8ന്റെ ഗുണിതങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ 2 4 6 8 10 10 10. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ അല്ലേ? എന്റെ ചോദ്യം വ്യക്തമായിട്ട് നിങ്ങൾ കേട്ടുകൊണ്ട് ആൻസർ പറയണം. 15നും 95നും ഇടയിൽ 8ന്റെ ഗുണിതങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ 15നും 95നും ഇടയിലുള്ള 8ന്റെ ഗുണിതങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇതായിരുന്നു ചോദിച്ച മറ്റൊരു ചോദ്യം. ഇങ്ങനെയൊക്കെ ഉള്ള ചോദ്യങ്ങൾ പരീക്ഷകൾക്ക് ചോദിക്കുമ്പോൾ സാമാന്യം എല്ലാവരും എഴുതുമല്ലോ. എല്ലാവരും എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും കട്ട് ഓഫ് കയറുമല്ലോ. അതുകൊണ്ടാണ് 75ലേക്ക് കട്ട് ഓഫ് എത്തിപ്പോയത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഈ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി വേണം പഠിക്കാൻ. അടുത്തത്
1573 രൂപ 11 പേർക്കായിട്ട് വീതിച്ചു കൊടുത്താൽ ഓരോരുത്തർക്കും എത്ര രൂപ വീതം കിട്ടും? ആഹാ, കൊള്ളാമല്ലോ. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? എടാ, നമ്മുടെ കയ്യിലെ 1573 രൂപയുണ്ട്. അതിനെ 11 തുല്യ ഭാഗങ്ങളാക്കണം. അപ്പൊ എന്ത് ചെയ്യണം? 1573 നമ്മൾ 11 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ പോരെ? 1573 രൂപ 11 പേർക്ക് തുല്യമായിട്ട് വീതിച്ചു കൊടുക്കണം. ഓരോരുത്തർക്കും എത്ര രൂപ വീതം കിട്ടുമെന്ന് ചോദിച്ചാൽ 1573 11 കൊണ്ട് ഹരിക്കുക. ഒരു 11 ശിഷ്ടം 4 7. എടാ, 11 4 44. ശിഷ്ടം 3 അവസാന 3 കൂടെ താത്തിറക്കി 11 3 33. പരിപാടി കഴിഞ്ഞു. ആൻസർ 143. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. പക്ക. ഇത്രേ ഉള്ളൂ പരിപാടി. ഇത്രമേ ഉള്ളൂ ചോദ്യം. 1573 രൂപ 11 പേർക്ക് തുല്യമായിട്ട് വീതിച്ചു കൊടുത്താൽ ഓരോരുത്തർക്കും എത്ര രൂപ വീതം കിട്ടും? 1573 11 കൊണ്ട് ഹരിക്കുക. പരിപാടി അവസാനിച്ചു. ദാ പിടിച്ചു അടുത്ത ക്വസ്റ്റ്യൻ. ഇത് സ്ഥിരമായിട്ട് കാണുന്ന ചോദ്യം. 7ന്റെ ആദ്യത്തെ 5 ഗുണിതങ്ങളുടെ ശരാശരി എത്ര എന്നാണ് ചോദ്യം. 7ന്റെ ആദ്യത്തെ 5 ഗുണിതങ്ങളുടെ ശരാശരി എത്ര എന്ന ചോദ്യം. 7ന്റെ ആദ്യ ഗുണിതം 1 7 2 7 14 3 7 21 4 7 28 5 7 35. ഇതാണ് 7ന്റെ ആദ്യത്തെ 5 ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാല്. എടാ, 7ന്റെ ആദ്യത്തെ 5 ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ 1 7 2 7 14 3 7 21 4 7 28 5 7 35. ഇത്രയും സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സംഖ്യകളുടെ തുക എടുക്കുക, അതിനെ എണ്ണം കൊണ്ട് ഹരിക്കുക. നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട. നിങ്ങൾ നടുക്കുള്ളവനുണ്ടല്ലോ, ആ നടുക്കുള്ള അവൻ ആരാണോ, ഏതവനാണോ അതന്നാണ് ആൻസർ. ഉത്തരം 21. കാരണം ഏതെങ്കിലും ഒരു സമാന്തര ശ്രേണിയാണെങ്കിൽ അതിന്റെ മിഡിൽ സെൻട്രൽ ടൈം ആയിരിക്കും എല്ലായ്പ്പോഴും ശരാശരി. അതുകൊണ്ട് മിഡിലിൽ കിടക്കുന്നവൻ ആരാ, മധ്യപദം ആരാ, സെൻട്രൽ കിടക്കുന്നവൻ ആരാ? 21. ശരാശരി 21. ഇനി അങ്ങനെ ചിന്തിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആദ്യ പദവും അവസാന പദവും കൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താലും മതി. ആദ്യ പദം അവസാന പദം കൂട്ടുക, പകുതി എടുക്കുക. 35 7 കൂടെ കൂട്ടിയാൽ എത്ര? 35 7 കൂടെ കൂട്ടിയാൽ 42 അല്ലേ? ആ 42ന്റെ പകുതി എത്ര? 42ന്റെ പകുതി 21. ആൻസർ 21. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. മറ്റൊരു ചോദ്യം ദേണ്ടേ, റൂട്ടിനകത്ത് കുറെ റൂട്ട് വരുന്ന ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഈ ചോദ്യം കാണുമ്പോൾ തന്നെ എല്ലാവരും കിളി പോയൊരു അവസ്ഥയാണ് അല്ലേ? ഇങ്ങനെ കാണുമ്പോൾ റൂട്ടിനകത്ത് കുറെ റൂട്ട് വരുന്നതാണ്ടേ, നോക്കിക്കേ. ഇതൊരു വലിയ റൂട്ടാ. അതിനകത്ത് 248 പ്ലസ് അതിനകത്ത് പിന്നെയും 51. കൊള്ളാമല്ലോ. പ്ലസ് അതിനകത്ത് പിന്നെയും 169. ഇങ്ങനെ കിടക്കുന്ന ഒരു ചോദ്യം. നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഇത്രേ ഉള്ളൂ. നിങ്ങൾ വലത്തുന്നുണ്ടല്ലോ, വലത്തൂന്ന് ഇടത്തോട്ട് പതുക്കെ ചെയ്യണം. എപ്പോഴും ഇങ്ങനെ ഏത് ചോദ്യം ചോദിച്ചാലും, റൂട്ടിനകത്ത് കുറെ റൂട്ട് വരുന്ന ഏത് ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചാലും വലത്തൂന്ന് ഇടത്തോട്ട് ചെയ്യണം. 169ന്റെ റൂട്ട് എത്ര? നമുക്ക് എല്ലാവർക്കും അറിയാം. 169ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 13 അല്ലേടാ പിള്ളേരെ? കാരണം 13ന്റെ സ്ക്വയർ ആണല്ലോ 169 അല്ലേ? 13ന്റെ സ്ക്വയർ അല്ലേ 169? അപ്പൊ 169ന്റെ സ്ക്വയർ റൂട്ട് ആണ് ഏത്? 13. ഇനി 51 13 കൂടെ കൂട്ടിയാൽ എത്ര? 64 അല്ലേ? 64 അല്ലേ? അപ്പൊ 64ന്റെ റൂട്ട് എത്ര? 64ന്റെ റൂട്ട് 8 അല്ലേ? 8. എടാ, 248 8 കൂടെ കൂട്ടി 256 അല്ലേ? 256ന്റെ റൂട്ട് എത്ര? 256ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 16 അല്ലേ? കാരണം 16ന്റെ സ്ക്വയർ അല്ലേ 256. അപ്പൊ 256ന്റെ റൂട്ട് എത്ര? 16. സെറ്റ്. ഓപ്ഷൻ സി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ കമ്പനി ബോർഡ് LGSന്റെ മെയിൻസിന്റെ പരീക്ഷയ്ക്ക് പോയ സമയത്ത് നമ്മൾ കണ്ട മാത്സിനകത്തെ 10 ചോദ്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, സാറേ ബാക്കിയുള്ള 10 ചോദ്യങ്ങൾ അത് റീസണിങ് ആണല്ലോ, അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. മാത്സ് മാത്രമായിട്ടുള്ള 10 ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൃത്യമായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ 10 ചോദ്യങ്ങൾ നിങ്ങൾ കണ്ട സമയത്ത് 10ൽ 10 മാർക്ക് നിങ്ങൾക്ക് കിട്ടത്തില്ലേ? ഒരു ചോദ്യം ചെയ്തെടുക്കാൻ ഒരു 10 സെക്കൻഡ് കൂടുതൽ നിങ്ങൾക്ക് വേണ്ടി വന്നോ? ഇല്ല. ചെയ്തു പഠിക്കണം,
ചെയ്തു പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ നിലവാരം മനസ്സിലാക്കിക്കൊണ്ട് വേണം കമ്പനി ബോർഡ് LGS പരീക്ഷകൾക്ക് നിങ്ങൾ തയ്യാറെടുക്കുവാൻ എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ തന്നെ ഈ അവസാന ഘട്ടങ്ങൾ ഈ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ? ഇപ്പം തന്നെ ജൂൺ മാസം അവസാനിക്കാറായി. ജൂലൈ മാസം തുടക്കത്തിൽ ഒരു 10-15 ദിവസം നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുവാൻ കിട്ടും. ഈ അവസാന ഘട്ടങ്ങളിലെ നിങ്ങളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പഠനത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അത് ഏറ്റവും വലിയൊരു മണ്ടത്തരമായിരിക്കും. നിങ്ങൾ റിവിഷൻ നടത്തുക. 2021 മുതൽ 2025 വരെ വിവിധ 10th പ്രിലിംസ് പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യങ്ങളുടെ നിലവാരം മനസ്സിലാക്കി ആ സബ് ടോപ്പിക്കുകൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പഠനത്തിലേക്കാണ് നിങ്ങൾ പോകേണ്ടത് എന്നുള്ള കാര്യം സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുന്നു. അത്തരം ടോപ്പിക്കുകളെ നിങ്ങളെ ക്ലാസ്സുകളിൽ ലൈവായിട്ട് പഠിപ്പിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് വളരെ ഭംഗിയായിട്ട് നേരിടാവുന്ന രീതിയിലുള്ള ഏറ്റവും പുതിയ കമ്പനി ബോർഡ് കോർപ്പറേഷൻ LGS ബാച്ചുകൾ നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സാധ്യതകൾ മനസ്സിലാക്കി, ആദ്യം പറഞ്ഞ സാധ്യതകളെ മനസ്സിലാക്കിക്കൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും ആത്മാർത്ഥമായിട്ട് തയ്യാറെടുത്തുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് 2027 വരാൻ പോകുന്ന ആ ഒരു റാങ്ക് പട്ടികയിലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് ആദ്യത്തെ 100-നകത്ത് തന്നെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാ സജഷൻസും, നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങൾ താഴെ വീഡിയോയ്ക്ക് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നു പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടോ അത്തരം കാര്യങ്ങളിലെ അധ്യാപകരുമായിട്ട് നേരിട്ട് സംസാരിക്കാവുന്നതാണ്. ഞാൻ ഉൾപ്പെടെയുള്ള CCയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപകരോട് നിങ്ങൾക്ക് നേരിട്ടുകൊണ്ട് ഈ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മനസ്സിലാക്കി നമ്മൾ ഇവിടുന്നുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ അത്തരം സാധ്യതകൾ കൂടി പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ വീണ്ടും അഗൈൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം.